നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൊലിഞ്ഞത് 3 ജീവനുകൾ. കാർ അപകടത്തിന്റെ ഞെട്ടൽ മാറാതെ വാമഞ്ചൂർ. ആദ്യം ഓട്ടോയിലിടിച്ചു, മറിഞ്ഞു വീണെങ്കിലും പിന്നീട് വീടിന്റെ മതിലിടിച്ച് തകർത്തും മുന്നോട്ട്. പൈവളികെ അഹ്ദൽ നഗറിൽ ലോറി നിയന്ത്രണം വിട്ടുണ്ടായത് വൻ അപകടം. DCCയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. ആശാ വർക്കർമാർക്ക് നീതി നൽകൂ എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധ റമളാനിൽ നടത്തുന്ന വിവിധ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് ഉദിനൂർ സുന്നി സെന്ററിൽ തുടക്കമായി. ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം നടന്നു. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നാവശ്യം. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. തൃക്കരിപ്പൂർ രാമവില്യം പെരുങ്കളിയാട്ട നഗരിയിൽ ഇഫ്താർ സംഗമം നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഹൊസങ്കടി വാമഞ്ചൂരിൽ കാർ അപകടത്തിൽ 3 പേർ മരിച്ച സംഭവത്തിന്റെ ഞെട്ടൽ മാറാതെ നാട്. അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം തെറ്റി ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. തൽക്ഷണം തന്നെ കാറിലുണ്ടായിരുന്ന 3 പേർ മരണപ്പെടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി. മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിന് സമീപം പാലത്തിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് അച്ഛനും മകനും ബന്ധുവും ഉൾപ്പെടെ 3 പേർ ദാരുണമായി മരണപ്പെട്ട സംഭവം നാടിന്റെ വേദനയായി മാറി. പൈവളികെ ബായിക്കട്ട മഞ്ചൽത്താടി ഹൗസിലെ ജനാർദ്ദന, മകൻ അരുൺ, ഹൊസങ്കടി മജിബയലിലെ കൃഷ്ണ എന്ന കിഷൻകുമാർ എന്നിവർക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മംഗളൂരു ഉപ്പിനങ്ങാടി സ്വദേശി രത്തനെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി 10:30ഓടെയായിരുന്നു വാമഞ്ചൂരിൽ നാടിനെ നടുക്കിയ അപകടം സംഭവിച്ചത്. ഉപ്പള ഭാഗത്തു നിന്നും മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന KL 14V1742 നമ്പർ സ്വിഫ്റ്റ് ഡിസയർ കാർ നിയന്ത്രണം വിട്ട് ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള പാലത്തിൻ്റെ കൈവരിയിലേക്കും ഡിവൈഡറിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. 50 മീറ്ററോളം ദൂരം കൈവരി ഇടിച്ച് തകർത്ത് കാർ മുന്നോട്ടു പോയി. ഇതേ തുടർന്ന് റോഡിൽ കാറിൻ്റെ ഭാഗങ്ങൾ ചിതറിക്കിടന്ന നിലയിലായിരുന്നു. അപകടത്തിൽ മരിച്ച 3 പേരും കാറിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണ നിലയിലായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. 3 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. കിഷൻകുമാറാണ് വാഹനം ഓടിച്ചിരുന്നത്. കാർ അമിത വേഗതയിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചന. രാത്രി 10 മണിയോടെയാണ് മഞ്ചേശ്വരം ഹൊസങ്കടി ചെക്ക് പോസ്റ്റ് പരിസരത്തുള്ള ബ്രിഡ്ജിന് തൊട്ടടുത്താണ് ഈ ഒരു അപകടമുണ്ടായത്. സ്പീഡിൽ വന്ന ഒരു കാർ ഡിവൈഡർക്ക് അടിച്ചുകൊണ്ട് ബ്രിഡ്ജിൽ മറിയുകയും അവിടുന്ന് ഈ അപകടം സംഭവിക്കുമ്പോൾ കാറിലുണ്ടായിരുന്ന 4 പേരാണ്. ഒരു അച്ഛനും മകനും മറ്റൊരാൾ 3 പേര് സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ഒരാൾ സീരിയസ് ആണ്. അവർ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തേക്ക് എത്തി. സന്നദ്ധ പ്രവർത്തകരും ജനങ്ങളും സ്ഥലത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പലയിടത്തും താൽക്കാലിക ഡിവൈഡറുകളും ബാരിക്കേഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഡ്രൈവർമാർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുകയും നിരവധി അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതായി ആക്ഷേപമുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ രത്തൻ്റെ നില ഗുരുതരമായി തുടരുകയാണ്. അപകടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ മംഗൽപാടി ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അപകടത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. വനജയാണ് മരിച്ച ജനാർദ്ദനന്റെ ഭാര്യ. കിരൺ, നിരീക്ഷ എന്നിവർ മറ്റു മക്കളാണ്. പരേതനായ ഭൂപതി കൃഷ്ണകുമാരി ദമ്പതികളുടെ ഏക മകനാണ് മരണപ്പെട്ട കിഷൻകുമാർ. ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആദ്യം ഓട്ടോയിലിടിച്ചു, മറിഞ്ഞു വീണെങ്കിലും പിന്നീട് വീടിന്റെ മതിലിടിച്ച് തകർത്തും മുന്നോട്ട്. ഭീകരതയേകി ചുറ്റും ചിതറിത്തെറിച്ച് മരത്തടികളും മതിലിന്റെ അവശിഷ്ടങ്ങളും. കാസർഗോഡ് പൈവളികെ അഹ്ദൽ നഗറിൽ മരത്തടി കയറ്റി വരികയായിരുന്ന ലോറി നിയന്ത്രണം വിട്ടുണ്ടായത് വൻ അപകടം. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കാസർഗോഡ് പൈവളികെ അഹ്ദൽ നഗർ മലയോര ഹൈവേയിൽ ലോറി നിയന്ത്രണം വിട്ടുണ്ടായത് വൻ അപകടം. കർണാടകയിൽ നിന്നും തടി കയറ്റി കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്.
അഹദൽ നഗറിലെത്തിയപ്പോൾ ലോറിയുടെ നിയന്ത്രണം നഷ്ടമാകുകയും ലോറി മറിയുകയും ഒരു ഓട്ടോയിലിടിക്കുകയും മുന്നോട്ട് നീങ്ങി വീടിൻ്റെ മതിൽ ഇടിച്ച് തകർക്കുകയുമായിരുന്നു. ഓട്ടോയിൽ ഡ്രൈവറും കുട്ടിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് കാലിന് പരിക്കേറ്റു. വിദഗ്ധ ചികിത്സയ്ക്കായി ഇദ്ദേഹത്തെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ലോറി ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറിയിലുണ്ടായിരുന്ന മരത്തടികളെല്ലാം ഇളകിത്തെറിച്ച നിലയിലാണ്. ലോറി ഇടിച്ചതിനെ തുടർന്ന് മതിൽ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കല്ലുകൾ ഉൾപ്പെടെയുള്ളവയെല്ലാം ഇളകിത്തെറിച്ച് ഒരു ദുരന്ത ഭൂമിയെപ്പോലെയാണ് അപകടം നടന്ന പ്രദേശം ഇപ്പോഴുള്ളത്. അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഞെട്ടിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അപകട വിവരമറിഞ്ഞ് സ്ഥലത്തേക്ക് നിരവധി പേരാണ് എത്തിയത്. അശാസ്ത്രീയമായ ചില സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുവെന്നും വാഹനങ്ങൾ ശ്രദ്ധാപൂർവം ഓടിച്ചില്ലെങ്കിൽ അപകടമുണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർക്ക് നീതി നൽകൂ എന്ന മുദ്രാവാക്യവുമായി കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് MP ആവശ്യപ്പെട്ടു. സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KPCCയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആശാ വർക്കർമാർക്ക് നീതി നൽകൂ എന്ന മുദ്രാവാക്യമുയർത്തിപ്പിടിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണാ സമരം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം. തൊഴിലാളികളായി അംഗീകരിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ അവർക്ക് ബാധകമാകും. തൊഴിലാളികളായി കഴിഞ്ഞാൽ പിന്നെ ഓണറേറിയം നിർത്തും, ഇൻസെൻറ്റീവ് നിർത്തും. അത് രണ്ട് തരം ഇൻസെൻറ്റീവാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് വേരിയബിൾ ഇൻസെൻറ്റീവും ഒന്ന് ഫിക്സഡ് ഇൻസെൻറ്റീവും. അപ്പോൾ ഇൻസെൻറ്റീവ് നിൽക്കണം, ഓണറേറിയം നിൽക്കണം. ഓണറേറിയവും ഇൻസെൻറ്റീവും നിൽക്കണമെങ്കിൽ സന്നദ്ധ സേവകർ എന്നുള്ള പേര് ആശാ വർക്കർമാർക്ക് മാറ്റി അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം. അപ്പോൾ തൊഴിൽ നിയമങ്ങൾ അവർക്ക് ബാധകമാകും. അപ്പോൾ അവർക്ക് ശമ്പളം കിട്ടും, അവർക്ക് പെൻഷൻ കിട്ടും, സ്വാഭാവികമായി അവർക്ക് പ്രൊവിഡന്റ് ഫണ്ട്, ESI, ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് കിട്ടും. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റാണ് അത് ചെയ്യേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് പാർലമെൻറ്റിനകത്തും ഞാൻ ആവശ്യപ്പെട്ടു. ഇപ്പോഴാ ഇവിടെ ഈ കളക്ടറേറ്റ് മുമ്പിൽ വെച്ച് ഞാൻ ആവശ്യപ്പെടുന്നു, സന്നദ്ധ സേവകരായ ഈ ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ഹക്കീം കുന്നിൽ, A ഗോവിന്ദൻ നായർ, K നീലകണ്ഠൻ, രമേശൻ കരുവാച്ചേരി, A ഗോവിന്ദൻ നായർ, PG ദേവ്, KK രാജേന്ദ്രൻ, BP പ്രദീപ് കുമാർ, MC പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിശുദ്ധ റമളാനിൽ നടത്തുന്ന വിവിധ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് ഉദനൂർ സുന്നി സെന്ററിൽ തുടക്കമായി. ഉദനൂർ മഹലിന് കീഴിലെ 700 വീടുകളിലും നോമ്പുമുറിക്കുള്ള കാരക്ക പാക്കറ്റുകളുടെ വിതരണവും ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണവും സുന്നി യുവജന സംഘത്തിന് കീഴിലുള്ള സാന്ത്വനം ക്ലബ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത്. റമളാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉദിനൂർ മഹലിലെ 700 വീടുകളിൽ നോമ്പ് മുറിക്കുവാനുള്ള കാരക്ക വിതരണം പൂർത്തീകരിച്ചു. ഇതോടൊപ്പം തെരഞ്ഞെടുത്ത അർഹരായ 70ഓളം കുടുംബങ്ങൾക്ക് റമളാൻ വിഭവങ്ങൾ തയ്യാറാക്കുവാനുള്ള ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണവും നടത്തി. 5 പതിറ്റാണ്ടായി ഉദിനൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുന്നി യുവജന സംഘം എല്ലാ വർഷവും സാന്ത്വനം ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ഉദിനൂർ സുന്നി സെന്ററിൽ നടന്ന ചടങ്ങിൽ ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂൾ മാനേജർ AB മുസ്തഫ ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാദിയ ശരിയത്ത് കോളേജ് പ്രൊഫസർ മുഹമ്മദ് സ്വാലി സാദി അധ്യക്ഷത വഹിച്ചു. സുന്നി യുവജന സംഘം പ്രസിഡന്റ് KK നൌഫൽ സാദി, യുണീക് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി T അബ്ദുല്ല മാസ്റ്റർ, TP അബ്ദുൽ സലാം ഹാജി, ഹുസൈൻ സഖാഫി പെട്ടിക്കൊണ്ട്, TKC മുനീർ മിസ്ബാഹി, TP ഷാഹുൽ ഹമീദ് ഹാജി, റസാഖ് പുഴക്കര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള
സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. 12ാം പെൻഷൻ പരിഷ്കരണത്തിനായി ഉടൻ കമ്മീഷനെ നിശ്ചയിക്കുക. 11ാം പെൻഷൻ പരിഷ്കരണത്തിലെ 2 ഗഡു ക്ഷാമബത്ത കുടിശ്ശികകൾ ഉടൻ നൽകുക. 2021 ജനുവരി ജൂലൈ മാസങ്ങളിലെ ക്ഷാമബത്തകളിലെ 79 മാസങ്ങളിലെ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക. 2022 ജനുവരി മുതൽ കുടിശ്ശികകളായ 19% ക്ഷാമബത്തകൾ ഉടൻ അനുവദിക്കുക. സർക്കാർ വിഹിതം കൂടി ചേർത്തുകൊണ്ട് മെഡിസെപ്പ് അപാകത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. KSPS സംസ്ഥാന സെക്രട്ടറി KN വിനോദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരു 10,000 രൂപ പെൻഷൻ വാങ്ങുന്ന സാധാരണ ഒരു പെൻഷനർക്ക്, മിനിമം പെൻഷൻ വാങ്ങുന്ന പെൻഷനർക്ക് ചുരുങ്ങിയത് 9,000 10,000 രൂപയുടെ നഷ്ടം സംഭവിക്കും. ഈ രീതിയിൽ എങ്ങനെയൊക്കെയാണോ ജനങ്ങളെ കൊള്ളയടിക്കാൻ കഴിയുക, ആ രീതിയിൽ ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ട് ഈ പറ്റിക്കുന്ന സർക്കാർ, ജനങ്ങളെ വഞ്ചിക്കുന്ന സർക്കാർ എത്രയും പെട്ടെന്ന് ആ സ്ഥാനം ഒഴിഞ്ഞ് കാര്യക്ഷമമായ ഒരു സർക്കാരിനെ സൃഷ്ടിക്കണം എന്നാണ് നമുക്ക് പറയാൻ. പിണറായി വിജയൻ സ്ഥാനം ഒഴിഞ്ഞാൽ മാത്രമാണ് കേരളം രക്ഷപ്പെടുന്നത്. ആ സ്ഥിതിയിലാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. ജില്ലാ പ്രസിഡന്റ് B നാഗരാജ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M ഈശ്വർ റാവു, P ദിലീപ് കുമാർ, സവിത ടീച്ചർ, AV നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. KSPS ജില്ലാ സെക്രട്ടറി K കുഞ്ഞിരാമൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി VK കുഞ്ഞമ്പു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് വനിതാ ഡോക്ടറോട് ലൈംഗിക ചുവയോടെ അശ്ലീല ഭാഷയിൽ സംസാരിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതായുള്ള പരാതിയിൽ ഒരാൾ അറസ്റ്റിൽ. അങ്കടിമുഗർ പൊയ്യക്കരയിലെ ഫർസീൻ എന്നയാളെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിലെ വനിതാ ഡോക്ടറോട് ലൈംഗിക ചുവയോടെ അശ്ലീല ഭാഷയിൽ സംസാരിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതായുള്ള പരാതിയിൽ 2 പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുക്കുകയും പ്രതികളിൽ ഒരാളായ അങ്കടിമുഗർ പൊയ്യക്കരയിലെ ഫർസീൻ എന്നയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പരിക്ക് പറ്റിയ നിലയിലാണ് യുവാവും മറ്റൊരാളും ആശുപത്രിയിലെത്തിയത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോഴിക്കോട് സ്വദേശിനിയായ വനിതാ ഡോക്ടറാണ് പരിശോധനയ്ക്കായി എത്തിയത്. ഇതിനിടെ ഡോക്ടറോട് ഫർസീനും കൂടെയുണ്ടായിരുന്ന ആളും അപമര്യാദയായി പെരുമാറുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മതസൗഹാർദ്ദ പാരമ്പര്യം ഊട്ടിയുറപ്പിച്ച് തൃക്കരിപ്പൂർ രാമവില്ലം പെരുങ്കളിയാട്ട നഗരിയിൽ ഇഫ്താർ സംഗമം നടത്തി. നാനാ തുറകളിലുള്ള 100 കണക്കിന് പേർ പങ്കെടുത്ത ഇഫ്താർ സംഗമം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിലെ പെരുങ്കളിയാട്ട നഗരിയിൽ മഗ്രിബ് ബാങ്ക് വിളി ഉയർന്നപ്പോൾ അത് നാടിൻ്റെ മതസൗഹാർദ്ദ പാരമ്പര്യം ഊട്ടിയുറപ്പിക്കുന്നതായി മാറി. 1/4 നൂറ്റാണ്ടിനു ശേഷം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവ നഗരിയിലാണ് സാഹോദര്യവും സ്നേഹവും പങ്കുവെച്ച ഇഫ്താർ സംഗമം നടത്തിയത്. പെരുങ്കളിയാട്ട നഗരിയിൽ അന്നദാനത്തിനായി ഒരുക്കിയ ഭക്ഷണ പന്തലിലാണ് ജാതിമത ഭേദമന്യേ 100 കണക്കിന് പേർ പങ്കെടുത്ത ഇഫ്താർ സംഗമം നടന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വളുവക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KP അഷ്റഫ് മുൻഷി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വളുവക്കാട് ജുമാ മസ്ജിദ് ഇമാം MK അഷ്റഫ് മാലിക്കി റമളാൻ സന്ദേശം നൽകി നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. ശ്രീ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഇത് സംഘാടക സമിതി ഒരുക്കിയ ഇഫ്താർ പരിപാടിക്കാണ്. എന്തുകൊണ്ടും വളരെയേറെ ആളുകൾ പങ്കെടുത്ത് ഈ നാട്ടിൻ്റെ സൗഹാർദ്ദവും വിളിച്ചോടുന്ന രീതിയിലുള്ളൊരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാർക്കും ഇതിൻ്റെ സംഘാടകർക്കും ഏറെ അഭിമാനിക്കാൻ വക നൽകുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ. രാമവില്യം കഴകം പെരുങ്കളിയാട്ട സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരൻ, ജനറൽ കൺവീനർ PV കണ്ണൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ, വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VPP ഷുഹൈബ്, രാമവില്യം കഴകം പ്രസിഡന്റ് VV രാഘവൻ മാസ്റ്റർ, ജീവകാരുണ്യ പ്രവർത്തകൻ TKC അബ്ദുൽ ഖാദർ ഹാജി, M യൂസഫ് ഹാജി, PP കുഞ്ഞിക്കണ്ണൻ, VV അബ്ദുല്ല ഹാജി, TP അഹമ്മദ് ഹാജി,
CK ഇബ്രാഹിം, MAC കുഞ്ഞബ്ദുള്ള ഹാജി, NKP മുഹമ്മദ് കുഞ്ഞി, KM കുഞ്ഞി, ഷമീർ വൾവക്കാട് എന്നിവർ സംസാരിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പുലിഭീതിക്ക് പിന്നാലെ കാട്ടുപന്നി ഭീതിയും. കാസർഗോഡ് പെർളയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ സൂപ്പർവൈസർക്ക് പരിക്കേറ്റു. കാട്ടുകുക്കെ സ്വദേശി കുഞ്ഞിരാമനാണ് ചെവിക്കും തലയ്ക്കും ഉൾപ്പെടെ പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയാണ് കുഞ്ഞിരാമന് നേരെ കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്. കൃഷിത്തോട്ടത്തിലെ സൂപ്പർവൈസറാണ് കുഞ്ഞിരാമൻ. തോട്ടം നനയ്ക്കുന്നതിന് മോട്ടോർ ഓണാക്കുന്നതിനായി പോയപ്പോഴാണ് കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായതെന്ന് കുഞ്ഞിരാമൻ പറഞ്ഞു. ചെവിക്കും തലയ്ക്കും കാലിനും കൈക്കും പരിക്കേറ്റ കുഞ്ഞിരാമൻ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുലിഭീതിക്ക് പിന്നാലെ കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും കാട്ടുപന്നി ഭീതിയും കൂടിയുണ്ടായിരിക്കുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ സാദിഖ് ജോലി ചെയ്യുന്ന സൈക്കിൾ കട നെല്ലിക്കുന്ന് AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. നന്മയിലൂടെ മാത്രം സഞ്ചരിക്കാമെന്ന ആത്മവിശ്വാസം കുട്ടികളിൽ ഉണ്ടാക്കുക എന്നതായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം. ശാരീരിക വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് അതിജീവനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് ജീവിതം അധ്വാനത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചശക്തി നഷ്ടപ്പെട്ട നെല്ലിക്കുന്നിലെ സാദിഖ് ജോലി ചെയ്യുന്ന സൈക്കിൾ കട നെല്ലിക്കുന്ന് AUP സ്കൂളിലെ സീഡ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഇളം തലമുറയുടെ പ്രവൃത്തികളിൽ നിന്നും വ്യത്യസ്തമായി ജീവിതത്തിൽ നന്മയിലൂടെ മാത്രം സഞ്ചരിക്കാമെന്ന ആത്മവിശ്വാസം കുട്ടികളിൽ ഉണ്ടാക്കുക എന്നതായിരുന്നു സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. വേറിട്ട ഈ പരിപാടി കുട്ടികൾക്ക് മികച്ച ഒരു അനുഭവമാണ് സമ്മാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിർമ്മാണ മേഖലയിലെ വിവിധ പ്രശ്നങ്ങളിൽ പരിഹാരം തേടി നിർമ്മാണ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിലും ധർണയിലും പ്രതിഷേധമിരമ്പി. STU സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയിലെ തൊഴിൽ സംരക്ഷിക്കുക, ക്വാറി ഉൽപ്പന്നങ്ങളുടെ അന്യായമായ വിലവർധനവ് തടയുക, ക്വാറികളുടെ പെർമിറ്റ് നടപടികൾ ലഘൂകരിക്കുക, ചെറുകിട ക്വാറികൾക്ക് പ്രവർത്തിക്കുവാൻ സാഹചര്യമുണ്ടാക്കുക, മണൽവാരൽ നിരോധനം പിൻവലിക്കുക, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷനും കുടിശ്ശിക തീർത്ത് യഥാസമയം ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. STU സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളുടെ കെട്ടുതാലിയും ആഭരണങ്ങളും പണയം വെച്ചും വിറ്റും ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കൊള്ളപ്പലിശക്ക് പണയമെടുത്തുമൊട്ടൊക്കെയാണ് പാവപ്പെട്ടവൻ വീട് നിർമ്മിക്കാൻ ഒരുമ്പെടുന്നത്. അവന്റെ ബഡ്ജറ്റുകൾ താളം തെറ്റുകയും അവന്റെ വീട് നിർമ്മാണം പാതി വഴിയിലാകുകയും ചെയ്ത് അത് നിർമ്മാണ മേഖലയുടെ തകർച്ചയുടെ ഒരു ഉദാഹരണം മാത്രമാണ്. സംസ്ഥാന സർക്കാരിന് ഈ മേഖലയിൽ ചെയ്യാനുള്ളത് എങ്ങനെയെങ്കിലും 10 കാശ് നികുതിയായി ഏതെങ്കിലും വിധത്തിൽ അവരിൽ നിന്ന് ഈടാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് സംസ്ഥാന സർക്കാർ. നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന ഈ മേഖലയിൽ നിക്ഷേപിച്ചിട്ടുള്ള സംരംഭകർക്കാകട്ടെ അതുപോലെ തന്നെ പാവപ്പെട്ട നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവർക്കാവട്ടെ ആശ്വാസകരമായ ഒരു നടപടി സ്വീകരിക്കുന്നതിന് പകരം ഈ മേഖലയിൽപ്പെട്ട ആളുകളുടെ പോക്കറ്റിൽ നിന്ന് എങ്ങനെയാണോ 10 കാശ് ഗവൺമെന്റ് ഖജനാവിലേക്ക് എടുക്കാൻ പറ്റുക എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ്. KKNTC ജില്ലാ പ്രസിഡന്റ് A കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന കമ്മിറ്റി അംഗം TV കുഞ്ഞിരാമൻ, KSKNTC ജില്ലാ ജനറൽ സെക്രട്ടറി P ബാലകൃഷ്ണൻ, STU സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി, KTUC ജില്ലാ ജനറൽ സെക്രട്ടറി നാഷണൽ അബ്ദുല്ല, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുനൻ തായിലങ്ങാടി, P രാമകൃഷ്ണൻ, B ഫാത്തിമ ഇബ്രാഹിം, മുത്തലിബ് പാറക്കട്ട്, PIA ലത്തീഫ്, CG ടോണി, T അബ്ദുല്ല, PP കൃഷ്ണൻ, മാഹിൻ മുണ്ടക്കൈ, ഷുക്കൂർ ചെർക്കളം, സുബൈർ മാര, LK ഇബ്രാഹിം, ഹനീഫ പാറ, CA ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കുള്ള പഠന ശിബിരം നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരത്തിൽ വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് K ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. നെല്ലിത്തറ ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കുള്ള പഠന ശിബിരം നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരത്തിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് K ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. അതെങ്ങനെ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു അവലോകനം അല്ലെങ്കിൽ ഒരു പ്രാവർത്തികമാക്കൽ, പരിചയപ്പെടൽ, അതിനെ ഓർമ്മിപ്പിക്കൽ, അതാണ്
നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകും. ശരിക്ക് ക്ലസ്റ്റർ ടീച്ചേഴ്സ് മീറ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് എക്സലൻസ് അല്ലെങ്കിൽ കുട്ടികളുടെ അക്കാഡമിക് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ്. ജില്ലാ സെക്രട്ടറി പി ഗണേശൻ NEP പഞ്ചകോശ വികാസം എന്ന വിഷയം അവതരിപ്പിച്ചു. അക്കാദമിക് അംഗങ്ങളായ വാരിജ ടീച്ചർ, ഗോപാലൻ മാസ്റ്റർ, പത്മനാഭൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. പ്രിൻസിപ്പാൾ ഭവ്യ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊലിഞ്ഞത് 3 ജീവനുകൾ. കാർ അപകടത്തിന്റെ ഞെട്ടൽ മാറാതെ വാമഞ്ചൂർ. ആദ്യം ഓട്ടോയിലിടിച്ചു, മറിഞ്ഞു വീണെങ്കിലും പിന്നീട് വീടിന്റെ മതിലിടിച്ച് തകർത്തും മുന്നോട്ട്. പൈവളികെ അഹ്ദൽ നഗറിൽ ലോറി നിയന്ത്രണം വിട്ടുണ്ടായത് വൻ അപകടം. DCCയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. ആശാ വർക്കർമാർക്ക് നീതി നൽകൂ എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധ റമളാനിൽ നടത്തുന്ന വിവിധ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് ഉദിനൂർ സുന്നി സെന്ററിൽ തുടക്കമായി. ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം നടന്നു. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നാവശ്യം. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. തൃക്കരിപ്പൂർ രാമവില്യം പെരുങ്കളിയാട്ട നഗരിയിൽ ഇഫ്താർ സംഗമം നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.